എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെന്റലിസ്റ്റ് ശ്രാവൺ സുധാകരൻ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ. സോ ഈ വീഡിയോന് കുറച്ച് വ്യൂവേഴ്സ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങൾ മെന്റലിസം ഒരു സ്റ്റേജ് ഷോയിൽ കാണുന്ന അല്ലെങ്കിൽ റീൽസിലോ യൂട്യൂബിലോ TV ഷോസിലോ കാണുന്ന ഒരു ആർട്ട് ഫോം മാത്രമായിട്ട് നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ മാത്രമാണ് മെന്റലിസം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാണ്ട് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളൂ. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല. ഈ വീഡിയോ ആർക്കാണെന്നുണ്ടെങ്കിൽ മെന്റലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മെന്റലിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന, മെന്റലിസം കോഴ്സുകൾ മറ്റും കംപ്ലീറ്റ് ചെയ്ത് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ. കാരണം മെന്റലിസത്തില് ഒരുപാട് കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ഒരുപാട് സത്യാവസ്ഥകൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പെക്യുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യൂവർ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരല്ലാതെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം. സോ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെന്റലിസം അക്കാഡമിയിൽ നിന്ന് മെന്റലിസം ഹിപ്നോട്ടിസം കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള കുറച്ച് ഭാഷകൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം മെന്റലിസ്റ്റ് ആയിട്ട് കേരളത്തിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടത്തിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ആണ്. അതിന് ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ ആ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കേരളത്തിലല്ല പെർഫോം ചെയ്യുന്നത്, ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കേരളത്തിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് മെന്റലിസം കേരളത്തിൽ മാറിക്കഴിഞ്ഞു. കോവിഡിന് മുമ്പ് വരെ മെന്റലിസം എന്നുള്ളത് വളരെ റയറായിട്ട് മാത്രം, വളരെ ചുരുക്കം ചിലർ മാത്രം പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ട് ഫോം ആയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം അത് അങ്ങനെയല്ല സിറ്റുവേഷൻസ്. പല അക്കാഡമികളും ഇന്ന് ഒരുപാട് അക്കാഡമികൾ ഇന്ന് കേരളത്തിലുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ പോലും ഒരു അക്കാഡമി നടത്തുന്നുണ്ട്. സോ ഇത് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇന്ന് കേരളത്തിലുള്ള ഒരുപാട് അക്കാഡമികൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണ്, ഞങ്ങൾ എങ്ങനെ അതൊക്കെ റെക്ടിഫൈ ചെയ്തു, മെന്റലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ മൊത്തത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ മെന്റലിസം അക്കാഡമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ക്രിട്ടിസൈസേഷൻ ഞാൻ പല അക്കാഡമികൾക്കെതിരെ വെക്കുന്നുണ്ട്. സോ ഇത് കാണുന്ന അക്കാഡമികൾ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് നിങ്ങളുടെ കോഴ്സിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ, കോഴ്സ് ഒന്നും കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരിക്കലും നിങ്ങളെ തരം താഴ്ത്തി കാണിക്കാനുള്ള ഒരു വീഡിയോ അല്ല, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. സോ അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. സോ ആദ്യമായിട്ട് മെന്റലിസം പഠിപ്പിക്കുന്ന അക്കാഡമികൾ 2021 കൂടിയാണ് ഈ മെന്റലിസം അക്കാഡമികൾ എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ വളരെയധികം ബൂമായിക്കൊണ്ടിരിക്കുന്നത്. ഈ അക്കാഡമികൾ ത്രൂ മെന്റലിസം പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം 1500 ചില്ലുവാന വർഷം, അതായത് ഏകദേശം ഒരു 16ാം സെഞ്ചുറിയോടുകൂടി, 16ാം നൂറ്റാണ്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു മാജിക്കൽ ആർട്ട് ഫോമിന്റെ പല വേരിയേഷൻസും കടന്ന് ഇന്ന് നിൽക്കുന്ന ഒരു അഡ്വാൻസ് വേർഷൻ ആണ് മെന്റലിസം എന്ന് പറയുന്നത്. സോ അന്ന് കാലം തൊട്ട് പകർന്ന് വന്ന ഒരുപാട് അറിവുകൾ ചേർന്നിട്ടാണ് ഇന്ന് ഈ മെന്റലിസം ആർട്ട് ഫോം ഉണ്ടായത്. സോ അന്ന് ഉണ്ടായിരുന്നവരൊക്കെ ഈ ട്രിക്സ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ആർട്ട് ഫോം ഇതുവരെ എത്തില്ല. കാരണം ഇത് പല ഫ്രട്ടേണിറ്റികളും ഞാൻ ഫെമിലറൈസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ആയിട്ടുള്ള ഒരുപാട് ഫ്രട്ടേണിറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ മെന്റലിസ്റ്റുകളുടെ ഇടയിൽ ഈ ഒരു കൾച്ചർ ഉണ്ട്. അവര് വളരെ സീംലെസ് അല്ലെങ്കിൽ വളരെ ഒരു ഓർഗനൈസേഷൻ മെന്റാലിറ്റിയിൽ പരസ്പരം സഹായിച്ചുകൊണ്ട്, പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് ഈ ആർട്ട് ഫോമിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നേരെ തലതിരിച്ചിട്ടാണ്. കാരണം ഇവിടെ എങ്ങനെ ഈ ആർട്ട് ഫോമിനെ കുളം തോണ്ടാന്നുള്ളതാണ് ഇത് ഭൂരിഭാഗം ആളുകളുടെയും ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പല മെന്റലിസം അക്കാഡമികളും ചെയ്യുന്നത്, ഇന്ന് ഞാൻ പെർട്ടിക്കുലർ പറയുന്നത് പോപ്പുലറായി നിൽക്കുന്ന ചില അക്കാഡമികളെ കുറിച്ചാണ്. ഇന്ന് പല അക്കാഡമികളും ചെയ്യുന്ന വാഗ്ദാനങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് കടക്കാം. കാരണം ഒരു അക്കാഡമിയുടെ വിളംബരമാണ്, ഏകദേശം 5000 സ്റ്റുഡൻസ് അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങി എന്നാണ് അവരുടെ ക്ലെയിം. ആ അക്കാഡമിയുടെ ആ ബ്രോഷർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വെബ്സൈറ്റിന് താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് ഇതാണ്: 5000 പേരോളം പഠിച്ചിറങ്ങിയ ഒരു അക്കാഡമി. ഓക്കെ, ഫൈൻ, 5000 പേര് നിങ്ങൾ പഠിപ്പിച്ചു. അടുത്ത ലൈൻ: 500 പേര് പ്രൊഫഷണൽ മെന്റലിസ്റ്റ് ആയി. ഓക്കെ, 500 പേര് പ്രൊഫഷണൽ മെന്റലിസ്റ്റ് ആയിട്ടുണ്ടല്ലോ. എന്റെ ചോദ്യം, ബാക്കി 4500 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം വെറും 10% പേര് മാത്രമാണ് നിങ്ങളുടെ തന്നെ ക്ലെയിം പ്രകാരം ഒരു പ്രൊഫഷണൽ മെന്റലിസം ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തിയിരിക്കുന്നത്. സോ 5000 പേരിൽ നിന്ന് 4500 പേര് എവിടെ പോയി? അടുത്തൊരു ചോദ്യം. അതിനടുത്തായിട്ട് അതിൽ വരുന്നത്, ഈ 5000 പേരിൽ 50 പേര് വേൾഡ് റെക്കോർഡ് നേടി. അതായത് 5000 പേരിൽ 1% ആളുകൾ മാത്രം. ആ വേൾഡ് റെക്കോർഡ് ഏറ്റവും വലിയ തമാശയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്, മെന്റലിസം വേൾഡ് റെക്കോർഡ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. സോ ഇതെടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഇതൊരു കരിയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനൊരു ഇത്രയും പേര്, ഒരു 90% പേര് ഈ ഒരു മെന്റലിസം എന്ന ആർട്ട് ഫോമിന്റെ മെയിൻ സ്ട്രീം ഫീൽഡിൽ എത്താത്തപ്പോൾ എനിക്കുണ്ടാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ 4500 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച്. ഒന്നാമത്തെ കാര്യം, അവര് വെറും ഇതിന്റെ ട്രിക്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവരായിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മെന്റലിസം പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ആർട്ട് ഫോമിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? സത്യം പറഞ്ഞ ഈ ആർട്ട് ഫോമിനെ കൊന്നു കൊല വിളിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി.
കാരണം ഈ മെന്റലിസം അക്കാഡമി നടത്തുന്ന പ്രൊഫഷണൽ മെന്റലിസ്റ്റുകളാണ്, ഈ ആർട്ട് ഫോമിൽ നിന്ന് വളർന്നു വന്നവരാണ്. സോ അങ്ങനെയുള്ള സമയത്ത് ഈ 4500 പേര് അവർ വെറും ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായി അത് ചുമ്മാ മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് ഈ ട്രിക്ക് അറിയണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമല്ല. ഇത് ഇപ്പൊ മാത്രമല്ല, മാജിക് ഉണ്ടായിരുന്ന കാലത്ത് തൊട്ട് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അധികം കാര്യങ്ങൾ പുറത്തു വരാതിരുന്ന കാരണം അന്ന് മെന്റലിസം അല്ലെങ്കിൽ മാജിക് പഠിപ്പിക്കുന്നവർ ആൾക്കാർ ഇല്ലാഞ്ഞിട്ടില്ല. കാരണം മുതുകാട് സാറിന്റെ മാജിക് പ്ലാനറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ മാജിക് അക്കാഡമി ഉൾപ്പെടെ ഒരുപാട് അക്കാഡമീസും ചെറുതും വലുതുമായിട്ട് ഇവിടെ ഉണ്ട്. അവർ പാലിച്ചിരുന്ന ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. അർഹതപ്പെട്ടവർക്ക് മാത്രം അത് പഠിപ്പിച്ചു കൊടുക്കുക, കാശ് കൊടുത്താൽ ഏത് അണ്ടനും അടങ്ങുകൊണ്ടും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് പല അക്കാഡമികളും വർക്ക് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത്രയും പേര് ഇതിലേക്ക് വന്നത്. അല്ലെങ്കിൽ അടുത്ത കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 പേര് പഠിച്ചിറങ്ങി അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന വാഗ്ദാനമാണ് പ്രൊഫഷണൽ മെന്റലിസ്റ്റ് ആകാം എന്നുള്ളൊരു ഇതൊരു അഡ്വർടൈസ്മെന്റ് കെണിയാണ്. ആക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആകാം എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സോ ഈ 4500 പേരും ഒരു മെന്റലിസ്റ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി വന്ന് അവർക്ക് ഒന്നും ആകാതെ പറ്റാൻ പോയി. അവർക്ക് കാശ് കുറച്ച് ട്രിക്കുകൾ പഠിച്ചു, കുറച്ച് കാശ് അവര് സ്പെൻഡ് ചെയ്തു. ഏത് രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മാത്രമാണ് ലാഭം. അവർക്ക് അവിടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ മുടക്കിയ കാശെല്ലാം വേസ്റ്റ് ആണ്. സോ ഈ രണ്ട് രീതിയിൽ പിന്നീട് വരുന്ന കാര്യം, ഈ 4500 പേരും ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല. ഈ മൂന്നാമത് പറയുന്നവരില് ഇന്ന് അന്ധവിശ്വാസം വളർത്താനുള്ള ഒരു ഫീൽഡ് കൂടിയായി മെന്റലിസം മാറിക്കഴിഞ്ഞു. കാരണം എനിക്ക് ഉറപ്പാണ് ഇവിടെ മെന്റലിസം മെയിൻ സ്ട്രീം ആയിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും മതപരമായിട്ടുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിന്റെ കയ്യിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരിക്കും അവരെ സഹായിക്കാൻ വേണ്ടി. കാരണം എനിക്ക് കോള് വന്നിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേർക്ക് ഈ കോള് വന്നിട്ടുണ്ട്. സോ അതും നടക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മെന്റലിസം പഠിച്ചു പോകുന്നവര് ഇത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. കാരണം മെന്റലിസം എന്നുള്ളത് ഇന്ന് അത്യാവശ്യം ചെറുപ്പക്കാരുടെ ഇടയിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നവരുടെ ഇടയിലും മറ്റ് സ്റ്റേജ് ഷോസ്, കോർപ്പറേറ്റ് ഷോസ് കാണുന്നവരുടെ ഇടയിലും മാത്രമാണ് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും കാണാത്ത ഇന്നും പല പഴയ കാലത്തെ ആ ഒരു ചിന്താഗതിയോട് നടക്കുന്ന അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഈസി ആയിട്ട് ഈ ആർട്ട് ഫോം വെച്ച് പറ്റിക്കാൻ കഴിയും. അവരിൽ നിന്ന് കാശ് എടുക്കാൻ കഴിയും. സോ ഇത്തരം സിറ്റുവേഷനിലുള്ളവരാണ് ഈ 4500 പേരുള്ളവരുണ്ടെങ്കിൽ അവർ എന്ത് വ്യവസ്ഥയിലാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതിൽ വന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ പാളിച്ചകൾ. ഇത് ഈ ഒരു അക്കാഡമി മാത്രമല്ല, ഇന്ന് പ്രമുഖരായിട്ട് നിൽക്കുന്ന പല അക്കാഡമികളിലും ഈ ഒരു പ്രശ്നമാണുള്ളത്. കാശ് അവർക്ക് വേണ്ടത് നിങ്ങൾ ഇത്രയും രൂപയാണ് ഫീസ്, ഈ ഫീസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് തരാം. അവിടെ വേറെ ചോദ്യമോ വർത്താനോ ഒന്നുമില്ല. സോ ഇതൊന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ അക്കാഡമി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഞങ്ങൾ വെച്ച ഞങ്ങളുടെ അക്കാഡമിയുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത ഒരാൾക്കും ഈ അക്കാഡമിയിൽ നിന്ന് കോഴ്സ് കൊടുക്കില്ല. അത് നിങ്ങൾ എത്ര തന്നെ കാശ് തരാമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാഡമിയിൽ നിന്ന് കോഴ്സ് തരുന്ന പ്രശ്നമില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഫസ്റ്റ് റൂൾ, ഞങ്ങളുടെ അക്കാഡമിയുടെ ആദ്യത്തെ റൂൾ ഞങ്ങൾ ഫിക്സ് ചെയ്ത് ഇതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അക്കാഡമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായിട്ട് ഒറിജിനലി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട് 3-4 മാസത്തോളമായി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഏകദേശം 500ഓളം എൻക്വയറീസ് വന്നു കഴിഞ്ഞു. ഇതിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്തത് വെറും 38 പേരെ മാത്രമാണ്. അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അവരെന്ത് രീതിയിലാണ് ഈ ആർട്ട് ഫോമിനെ കാണുന്നതെന്ന് മനസ്സിലാക്കി, ഇതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് ആളുകൾ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുള്ളൂ. അവർ എത്ര തന്നെ കാശ് തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രോപ്പർ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഞങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്താൽ പോലും എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഈ ആർട്ട് ഫോം നിങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ ആദ്യമായിട്ട് എടുക്കുന്നത് അക്കാഡമിയുടെ ഭാഗത്തായിരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ആരംഭിച്ചത്. സോ ഇത് ഇങ്ങനെ എത്തിക്കലി ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്, നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു? മെന്റലിസം എന്ന് പറഞ്ഞാൽ ഇന്ന് പല അക്കാഡമികളും പഠിപ്പിക്കുന്നത് മെന്റൽ മാജിക് ആണ്. മെന്റൽ മാജിക്കിൽ മെന്റലിസത്തിൽ മെന്റൽ മാജിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പക്ഷെ മെന്റലിസത്തിന് പല സ്ഥലങ്ങൾ വേറെയും ഉണ്ട്. ഞാനൊരു ഇപ്പൊ പറഞ്ഞ ആ വലിയ അക്കാഡമിയിൽ തന്നെ അവരുടെ കോഴ്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ ആ കോഴ്സുകളിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് അവിടെ നിന്നും ഒന്നും ലഭിക്കാതെ ഞങ്ങളുടെ അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചു വന്നവർ എന്തുകൊണ്ട് അക്കാഡമി വിട്ടു പോകുന്നു എന്നുള്ള ചോദിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തു. അവരിൽ നിന്നാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ഫ്രീ ഫോം മെന്റലിസം കഴിഞ്ഞ് അടുത്തതായിട്ട് ഫേമസ് ആയ ഒരു ടോപ്പിക് ആയിരുന്നു ഫ്രീ ഫോം മെന്റലിസം. സോ മെന്റലിസത്തില് മെന്റൽ മാജിക്കും അതുപോലെ തന്നെ ഒരുപാട് സൈക്കോളജിയും ബേസ് ചെയ്തിട്ടാണ് മെന്റലിസം എന്ന ആർട്ട് ഫോം വർക്ക് ചെയ്യുന്നത്. മാജിക്കിന്റെ ഒരുപാട് സഹായത്തോടെ തന്നെയാണ് ഈ ആർട്ട് ഫോം വർക്ക് ചെയ്യുന്നതെങ്കിലും പ്യൂർലി സൈക്കോളജി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മെന്റലിസത്തിലുണ്ട്. അതിനെയാണ് ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത്. ഒരു മാജിക്കിന്റെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ചില എഫക്റ്റിനെയാണ് ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ആ അക്കാഡമിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫോം മെന്റലിസം എന്നൊരു കാര്യം ഇല്ല. ഫ്രീ ഫോം മെന്റലിസം എന്ന് പറയുന്നത് ഈ മാജിക് ട്രിക്കുകളെ കവർ ചെയ്യാൻ വേണ്ടി മെന്റലിസ്റ്റുകൾ പറയുന്ന വെറും
വെറും പൊയ് വാക്കാണെന്നുള്ള രീതിയിലാണ് ആ കോഴ്സിൽ ഒഫീഷ്യലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒന്നുകിൽ രണ്ട് കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രീ ഫോം മെന്റലിസം അറിയില്ല, അല്ലെങ്കിൽ അത് പഠിപ്പിച്ച് മെയിൻ എനിക്ക് രണ്ടാമത് ടോപ്പിക് പറയാൻ താല്പര്യമില്ല. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾക്ക് ഫ്രീ ഫോം മെന്റലിസം എന്താണെന്ന് അറിയില്ല, അതിന്റെ ഡെപ്ത് എന്താണ്, അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അതിനപ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഫ്രീ ഫോം മെന്റലിസം എന്നുള്ളതിൽ നിന്ന് വളരെ വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഫ്രീ ഫോം മെന്റലിസം ഇന്ന് ഈസിലി അധികം അവൈലബിൾ അല്ല. പിന്നെ ഈ ഫ്രീ ഫോം മെന്റലിസം പഠിച്ചവർ ഇന്ന് കേരളത്തിൽ വളരെ ചുരുക്കം പേരാണ്. എനിക്ക് പോലെ അറിയുന്നത് ഇപ്പോൾ മെന്റലിസ്റ്റ് ആദിയേട്ടൻ, അനന്തു, അതുപോലെ തന്നെ ഷാമിൽ, അങ്ങനെ ഒന്ന് രണ്ട് വളരെ ചുരുക്കം പേര് മാത്രമേ മെയിൻ സ്ട്രീമിൽ ഫ്രീ ഫോം മെന്റലിസം പെർഫോം ചെയ്യുന്നവരുള്ളൂ. ഫ്രീ ഫോം മെന്റലിസം പ്രാക്ടീസ് ചെയ്യുന്നവരും വളരെ ചുരുക്കമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് വിടുക. സോ അത് കോഴ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് ഫ്രീ ഫോം മെന്റലിസം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അതിനകത്തോട്ട് സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് അതിനുശേഷം ഇങ്ങനെ പറയുന്നത് വെറും മോശമായ പ്രവൃത്തിയാണ്. കാരണം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സിൽ പഠിപ്പിക്കേണ്ട. കോഴ്സിൽ വലുതായിട്ട് തന്നെ ഫ്രീ ഫോം മെന്റലിസം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം കോഴ്സിലേക്ക് വരുന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ മറ്റ് അക്കാഡമികളും ഇതേ കാര്യം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പിന്നീട് ഈ മെന്റലിസം കൊടുക്കുന്നതിന്റെ ഫീസ്, ചില അക്കാഡമികളിൽ കൊടുക്കുന്ന ഫീസ് വളരെ കൂടുതലാണെന്ന് പറയുന്നു. അതേ സമയത്ത് ഇന്ന് 499 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഫീസ് വെക്കുന്നുണ്ട്. ഇതിൽ 499 രൂപയ്ക്ക് നിങ്ങൾ ആഡുകൾ കാണുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും ഫുൾ ആയിട്ട് മെന്റലിസം പഠിപ്പിക്കില്ല. അത് ഒരു ട്രയൽ പാക്ക് എന്ന രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വെറും ബേസിക് ബിസിനസ് ടാക്ടിക്സ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അടുത്ത ലെവലുകളിലേക്കും അതിന്റെ പ്രീമിയം ലെവലുകളിലേക്ക് നിങ്ങൾ അവരെ കൊണ്ട് എത്തിക്കും. കാരണം ഇതിലൊന്നും കിട്ടാത്തപ്പോൾ അടുത്ത ലെവലിലേക്ക് പോയാലേ പറ്റുള്ളൂ. സോ ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ നോർമലി സാഷേഴ്സ് ഒക്കെ തന്ന് അത് ബേസ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ മാർക്കറ്റ് പോകുമ്പോൾ അതിന്റെ വലിയ പാക്കറ്റ് വാങ്ങിക്കും. നോർമൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കുന്നു, പെർഫോം ചെയ്യാൻ ഒരു പെർഫോമർ എന്ന രീതിയിലേക്ക് എത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ ആണ് ഇല്ലാത്തത്. കാരണം ഇന്ന് പല അക്കാഡമികളിൽ നിന്നും മെന്റലിസം പഠിച്ചിറങ്ങിയവരുടെ എണ്ണം ഇന്ന് 10,000-ലധികമാണ് കേരളത്തിൽ മാത്രം. സോ ഇവർക്ക് വർഷത്തിൽ ഒരു ഷോ കിട്ടണമെങ്കിൽ തന്നെ 10,000 മെന്റലിസം ഷോസ് കേരളത്തിൽ നടക്കണം. സോ നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മനസ്സിലാവും 10,000 മെന്റലിസം ഷോസ് ഒരു വർഷത്തിൽ കേരളത്തിൽ നടത്താൻ മിനിമം ഒരു 5,000 നടത്താനുള്ളൊരു തിയേറ്റർ കൾച്ചർ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ഇത് ആക്ച്വലി പറഞ്ഞ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നീറ്റ് കോച്ചിങ് സെന്ററുകളിൽ ചെയ്യുന്ന സെയിം സ്കാം ആണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നീറ്റ് ഇന്ന് ഇന്ത്യയിലുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തിനടുത്താണ്. പക്ഷെ അതിനുവേണ്ടി പല കോച്ചിങ് സെന്ററുകളായിട്ടും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 24 ലക്ഷത്തിലും അധികമാണ്. ഈ 1 ലക്ഷം സീറ്റിന് വേണ്ടിയാണ് 24 ലക്ഷം പേര് എക്സാം എഴുതുന്നത്. സോ ഇതിൽ 1 ലക്ഷം പേർക്ക് കിട്ടും. ബാക്കി 23 ലക്ഷം അല്ലെങ്കിൽ ഒരു 22 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം പേര് എന്ത് ചെയ്യും? അതില് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് കഴിവുള്ളവര് പുറം രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കും. ബാക്കി വരുന്നവര് കഷ്ടപ്പെട്ട് വല്ല ലോണൊക്കെ എടുത്ത് പഠിച്ചാൽ തന്നെ അവര് എങ്ങോട്ട് എത്തും, ഏത് രീതിയിലേക്ക്? ഇത് മെഡിക്കൽ മാത്രമല്ല, എഞ്ചിനീയറിംഗിൽ ഇത് സെയിം സിറ്റുവേഷൻ ആണ്. കാരണം ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. സോ ആ ഒരു പാത്ത് എനിക്ക് നല്ല രീതിയിൽ അറിയാം. സോ നിങ്ങൾ പഠിപ്പിക്കുന്നവരിൽ കുറച്ച് പേര് ആക്ച്വലി പെർഫോമൻസ് ആകുന്നു, പണബലമുള്ളവര് അതിന്റെ രീതിയിൽ പോകുന്നു. ബാക്കിയുള്ള ഭൂരിഭാഗം ഏകദേശം 80% ആളുകളും നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അത് തന്നെയാണ് നിങ്ങൾ ഈ സ്റ്റുഡൻസിനോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ മെന്റലിസം എന്ന രീതിയിൽ സംസാരിക്കരുത്. ഒരു ഹോബി ആയിട്ട് അല്ലെങ്കിൽ സമ്മർ ക്ലാസ്സിന് വിന്റർ ക്ലാസ്സിന് മാജിക് ക്ലാസ്സുകളായിട്ട് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അല്ലാണ്ട് പ്രൊഫഷണൽ മെന്റലിസം കോഴ്സ് ആയിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. അത് പിന്നീട് വരുന്ന ഒരുപാട് പേർക്ക് മിസ്ലീഡ് ചെയ്യാനും പിന്നെ ഇത് യൂസ് ചെയ്ത് മറ്റു പല അക്കാഡമികളും കാശ് ഉണ്ടാക്കാനും തുടങ്ങും. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇവർക്ക് എന്തായാലും കാശ് മുടക്കി പഠിച്ചു കഴിഞ്ഞു, ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് എന്താണ്? ഇവർ പഠിച്ച കാര്യങ്ങൾ വില കുറച്ച് മറ്റൊരു കോഴ്സായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യം ഒരു അക്കാഡമി ഉണ്ടായി, പിന്നെ ഒരു 3 അക്കാഡമിയിൽ നിന്ന് 10, 20, 40 അക്കാഡമികളാണ്. ഇതിൽ കൂടുതൽ അക്കാഡമികൾ. ഇത് ഈ ഫേസ്ബുക്ക് ആഡ്സ് ഞാൻ കാണുന്ന വിവരം മാത്രമാണ് പറയുന്നത്. ഞാൻ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പലരും ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും വലിയൊരു സ്കാം ആണ് വേൾഡ് റെക്കോർഡ് സ്കാം എന്ന് പറയുന്നത്. ഇന്ന് മുക്കിന് മെന്റലിസത്തിൽ വേൾഡ് റെക്കോർഡ് എടുത്തവരാണ്. ഒന്നാമത്തെ കാര്യം, ഇവരാരും വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് അല്ല, വേൾഡ് റെക്കോർഡ് ഈവൻ പാർട്ടിസിപ്പൻസ് ആണ്. സോ ഈ വേൾഡ് റെക്കോർഡ് എടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരുപാട് ഒരു സിനിമ ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൂവി അവാർഡ്സ് ഉണ്ട്. ഈ സൈമ, ഏഷ്യാനെറ്റ് അവാർഡ്, സൂര്യ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും വാല്യൂ ഉള്ള അവാർഡ്സ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഓസ്കാർ, അതുപോലത്തെ ഇന്റർനാഷണൽ അവാർഡ്സ്. സോ ഇങ്ങനത്തെ 3 അവാർഡ്സ് മാത്രമേ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ 3 അവാർഡാണ് ഏറ്റവും പ്രൈം ആയിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഒരു വേൾഡ് റെക്കോർഡ് എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ് ഇന്റർനാഷണൽ അക്ലെയിം ആയിട്ടുള്ള വേൾഡ് റെക്കോർഡ് പ്ലാറ്റ്ഫോം. പക്ഷേ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ
വാല്യൂ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ TV ചാനൽ അവാർഡ്സിനൊക്കെ കാശ് കൊടുത്താൽ അവാർഡ് കിട്ടും. പക്ഷെ അതേപോലെയല്ല സ്റ്റേറ്റ്, നാഷണൽ അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ്സ്. അതിന് അതിൻ്റെതായ ജൂറികളുണ്ട്, അതിൻ്റെതായ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കറപ്ഷൻ എന്ന മറ്റു കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളുണ്ട്. സോ ഒരു പ്രോപ്പർ വാല്യുവേഷൻ പ്രോഗ്രാമിലാണ്. ഇപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 70,000 രൂപയിൽ തുടങ്ങി 2.5-3 ലക്ഷം രൂപയാണ് അതിന് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാൻ വരുന്ന ചെലവ്. അത് മറ്റ് വേൾഡ് റെക്കോർഡുകൾ പോലെ എവിടെയെങ്കിലും ഒരു കൂട്ടം കൂടി വീഡിയോ എടുത്ത് ആരെങ്കിലും ചുമ്മാ അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അവാർഡ് ഒരു റെക്കോർഡ് അല്ല അത്. അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് നിങ്ങളെ നേരിട്ട് വന്ന് എക്സാമിൻ ചെയ്ത് അവർക്ക് ആ റെക്കോർഡിന് ക്വാളിഫൈ ചെയ്യാതെ വെരിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് അവാർഡ് കിട്ടില്ല. അവാർഡിന് വേണ്ടി നിങ്ങളിപ്പോൾ ഒരു അറ്റംപ്റ്റ് ചെയ്ത് ഇത്രയും ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഫെയിൽ ആയത് തന്നെയാണ്, ആ കാശ് അവിടെ നഷ്ടമാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ എവിടെയെങ്കിലും കൂട്ടം കൂടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിന് റെക്കോർഡ് കിട്ടും. അത് നിങ്ങൾ ചെയ്യുന്ന റെക്കോർഡ് എന്താണ്, ഒരു ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ് ആണ്. അപ്പോൾ ആക്ച്വലി വേൾഡ് റെക്കോർഡ് പോകുന്നത് നിങ്ങൾ അത് ചെയ്യിക്കുന്ന അക്കാഡമിക്കും നിങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് കിട്ടുന്നത്. ആ പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റിന് ലിറ്ററലി ഞാൻ പറയാണ് ഒരു വാല്യൂ ഇല്ല. ലിറ്ററലി അത് ആക്ച്വൽ സത്യാവസ്ഥ അതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാലം ഒരുപാടായി കഴിഞ്ഞു. സോ ഒരു വേൾഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേൾഡ് റെക്കോർഡ് നടത്തുന്നത് എന്നുള്ളത്. നിങ്ങളുടെ പേരിന്റെ ബാക്കിൽ വേൾഡ് റെക്കോർഡ് എന്ന് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഒരു പെർഫോം പോലും ചെയ്യാൻ അറിയാത്തവരാണ് ഈ വേൾഡ് റെക്കോർഡിന്റെ ബാഡ്ജും പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ. അത് അവരുടെ തെറ്റല്ല, അവരെ പഠിപ്പിച്ച അക്കാഡമികളുടെ തെറ്റാണ്. അവര് മിസ്ലീഡ് ചെയ്തതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം വേൾഡ് റെക്കോർഡ് ഉള്ള മെന്റലിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ. ഫേമസ് ആയി നിൽക്കുന്ന വേൾഡ് വൈഡ് ഗോഡ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന മെന്റലിസ്റ്റുകൾ ആർക്കും വേൾഡ് റെക്കോർഡ് കിട്ടിയതിന്റെ ചരിത്രം എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഇന്റർനാഷണൽ മെന്റലിസ്റ്റുകളായിട്ടാണ്. സോ അവരാരും വേൾഡ് റെക്കോർഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നതായിട്ടല്ല. പക്ഷെ അവര് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഏത് മെന്റലിസ്റ്റിനെക്കാളും ഇന്ന് നമുക്ക് പക്ഷേ ഇവരുടെ ഒന്നും പേരൊന്നും പല മെന്റലിസ്റ്റുകൾക്കും അറിയില്ല. ഒരു ഫോറിൻ മെന്റലിസ്റ്റിന്റെ പേര് പറഞ്ഞാൽ ഇവർ ആരാന്നാണ് ചോദിക്കുന്നത്. ഇതില് ഒരു ഏറ്റവും തമാശയുള്ള കാര്യം എന്ന് വെച്ചാൽ മെന്റലിസത്തിൽ ഒരു ബേസിക് ബുക്ക് ഉണ്ട്, ഒരു റെഫറൻസ് ബുക്ക് ഉണ്ട്. ആ ബുക്കിനെ കുറിച്ച് ഒരാളോട് ഞാൻ ചോദിച്ചു, അതുപോലെ ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചു വന്നപ്പോൾ വർക്ക്ഷോപ്പ് മെന്റലിസം വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്ന ആളാണ്. ആൾ എന്നോട് ചോദിച്ചത് ഈ ബുക്ക് ഞാൻ കേട്ടിട്ടില്ല, DC ബുക്സിൽ അവൈലബിൾ ആണോ എന്നാണ്. ആ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ മെന്റലിസം പഠിച്ചിറങ്ങിയവരുടെ അവസ്ഥ. സോ ഈ ഒരു സമയത്ത് ഇത് എന്ത് ആണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഇതിന് പുറമെ വേറൊരു ആളുകളുണ്ട്, ഈ മെന്റൽ മാജിക്കിന് പുറകിൽ അതിൻ്റെതായ ട്രിക്സും കാര്യങ്ങളും ഉണ്ട്. സോ അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാവുന്ന രീതിയിൽ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, അതിനകത്ത് മാജിക്കിൻ്റെതായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമുണ്ട്. മാജിക്കും മെന്റലിസം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്യാനുണ്ട്. അതും കൂടി അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ കോഴ്സുകളിലേക്ക് എടുക്കാൻ. സോ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു ട്രിക്സിനെ കുറിച്ച്, ടെക്നിക്സിനെ കുറിച്ച്, ഡിവൈസുകളെ കുറിച്ചും ആയിരിക്കും അവർ ഈ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിച്ചു, ഈ സാധനം എവിടെ നിന്ന് കിട്ടും? ഈ മാജിക് എക്യുപ്മെന്റ്സ് എവിടെ നിന്ന് കിട്ടും? കാരണം മാജിക് എന്ന് പറയുന്നത് ട്രിക്സ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. സോ അതുപോലെ തന്നെ മെന്റലിസത്തിൽ യൂസ് ചെയ്യുന്ന മെന്റൽ മാജിക്കിനും അതുപോലെ തന്നെ മാജിക് എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. സോ അതിനെക്കുറിച്ചാണ് അവർ ഈ ഫ്രീ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഈ സാധനങ്ങൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഈ മാജിക് എക്യുപ്മെന്റ്സ് വേണം. ആ മാജിക് എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് തന്നെ വിൽക്കും. സോ അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ഈ ഒരു ടീം നോക്കുന്നത്. നിങ്ങൾ മെന്റലിസം ഒരു അക്കാഡമിയിൽ പോയി പെർഫോം ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ആ അക്കാഡമി നടത്തുന്ന ട്യൂട്ടറുടെ എന്താണ് അവരുടെ ഹിസ്റ്ററി ഒന്ന് നോക്കുക. അവർക്ക് എത്രത്തോളം പെർഫോമിംഗ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്, ആ ഒരു ട്യൂട്ടറുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിനകത്തോട്ട് കയറുക. കാരണം ഫ്രീ ആയിട്ട് കിട്ടി എന്തും വാങ്ങിച്ചു കൂട്ടുന്ന ഒരു പ്രവണത പൊതുവെ മലയാളികൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഉണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റി തോട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഉദ്ദേശം. സോ ഇത് ബേസ് ചെയ്ത് അടുത്തത് ഇതിലൊരു സത്യം ശിവസുന്ദരത്തിൽ കുഞ്ചാകോപൻ ചെയ്യുന്ന ഒരു കോമഡി സീക്വൻസ് ഉണ്ട്. സോ അതിനകത്ത് പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. സോ ഇത്തരം രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ധനനഷ്ടം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. സോ മെന്റലിസം പഠിക്കാൻ അല്ലെങ്കിൽ മെന്റലിസം പെർഫോമർ ആകാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് അക്കാഡമികൾ നടത്തുക. സോ അതുപോലെ തന്നെ വാരി വലിച്ച ആളുകൾക്ക് കോഴ്സ് കൊടുക്കുന്നത് ഈ അക്കാഡമികളും നിർത്തുക. കാരണം ആർക്ക് വേണം ഇത് എന്നുള്ള രീതിയിൽ മാത്രം നോക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ആർട്ട് ഫോമിൽ നിന്ന് ആർട്ട് ഫോം പെർഫോം ചെയ്ത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുക, അല്ലാതെ ആർട്ട് ഫോമിന് വിറ്റിട്ടാകരുത്. ഒരു അക്കാഡമി നടത്തുന്നത് തെറ്റല്ല, അക്കാഡമി നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെല്ലാം ഞാൻ പറയുന്നത് എൻ്റെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രൊമോഷൻ ആണ്, അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആളെ കൂട്ടാൻ ഞങ്ങളുടെ അക്കാഡമി ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ അക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. സോ നിങ്ങളതൊന്ന് പോയി നോക്കി ഞാൻ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അക്കാഡമി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 300 പേർക്ക് നമ്മുടെ അക്കാഡമിയിൽ സീറ്റ് ഉള്ളൂ. കാരണം ഞങ്ങൾ അക്കാഡമിയിൽ ഓഫർ ചെയ്ത ഒരു കാര്യമാണ് ഇന്റർനാഷണൽ ഷോസ് പ്രൊവൈഡ് ചെയ്യാൻ. ഞങ്ങൾക്ക് അറിയാവുന്ന കോൺടാക്ട്സും ഇൻഫ്ലുവൻസും വെച്ച് ഒരു 300 ഇന്റർനാഷണൽ ഷോസ് ആണ് ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. അതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. സോ അതാണ് ഞങ്ങൾക്ക് മാക്സിമം ഉള്ളൊരു അസറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്തോടെ ഞങ്ങൾക്ക് സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റുള്ളൂ. സോ അതിലും കൂടുതൽ പിള്ളേരെ എടുത്തിട്ട് ഇന്റർനാഷണൽ ഷോസ് അവർക്ക് കൊടുക്കാൻ പറ്റാതെ അത് ചെയ്യുന്ന
പറയുന്നൊരു എന്ത് പറയാ, അതൊരു വിശ്വാസവഞ്ചന പോലെയോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എത്ര റിസോഴ്സ് ഉണ്ടോ, ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഫോൾസ് പ്രോമിസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക, എന്താണ് ഏത് രീതിയിലാണ് ഇത് അവരെ പ്രൊഫഷണൽ മെന്റലിസത്തിലേക്ക് എത്തിക്കാൻ കഴിയാന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എൻക്വയറി ആയിട്ട് വരുന്ന എല്ലാവർക്കും കോഴ്സ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ കൊടുക്കുന്നുമില്ല. ഞങ്ങൾ വ്യക്തമായിട്ട് ഈ വരുന്ന കാൻഡിഡേറ്റ്സിനെ പഠിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് കോഴ്സിലേക്കും കൊടുക്കുന്നുള്ളൂ. മാക്സിമം നമ്മുടെ അക്കാഡമിയിലേക്ക് വരുന്നവരെല്ലാം മറ്റു പല അക്കാഡമികളിലും പഠിച്ചിട്ട് ഒന്നും ആകാൻ പറ്റാതെ പോയവരാണ്. ഡെയിലി ഇവരുടെ കരച്ചിൽ കേൾക്കാനാണ് നമുക്ക് സമയം. കാരണം ഒരുപാട് പേര് വന്നിട്ട് വേൾഡ് റെക്കോർഡിന്റെ പേരിൽ, കോഴ്സിന്റെ പേരിൽ തെറ്റായ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് പറ്റിക്കപ്പെട്ട് ഒരുപാട് പേര് നമ്മുടെ അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അത് ഒരു അക്കാഡമി അല്ല, 2 അക്കാഡമി, 3 അക്കാഡമികളിൽ പോലും പഠിച്ചതിന് ശേഷം അങ്ങനെ അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വരുന്ന അക്കാഡമിയിൽ വരുന്ന സ്റ്റുഡൻസ് എല്ലാം നമുക്ക് അറിയാവുന്ന മെന്റലിസ്റ്റുകൾ ത്രൂ അവരുടെ റെഫറൻസിൽ വരുന്നവരാണ്. സോ അത്തരം വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രമേ ഞങ്ങൾ സ്റ്റുഡൻസിന് എടുക്കുന്നുള്ളൂ. സോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ തരാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ വളരെ പെക്യുലർ ആയിട്ട് മാത്രം നടത്തുന്ന ഒരു അക്കാഡമിയാണ്. കാരണം ഞങ്ങളുടെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന സിലബസും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും തെറ്റായ ആളുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ആപത്തുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മുടെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രീ ഫോം മെന്റലിസം, അതിനപ്പുറത്തോട്ടുള്ള സൈക്കിക് നോസ്ട്രഡാമസ് മെന്റലിസം എന്നീ ടോപ്പിക്സിലേക്ക് നിങ്ങളെ കടക്കുമ്പോൾ അത് ഒരു പെർഫോമറിന് മാത്രമല്ല, അത് ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, കംപ്ലീറ്റ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. സോ ഞങ്ങൾ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ സെലക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നുള്ളൂ. സോ അല്ലെങ്കിൽ ഞാൻ ഒരു അക്കാഡമിയിലും പോയി പഠിച്ചാലല്ല, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ സെൽഫായിട്ട് പഠിച്ച് മറ്റ് പല ആൾക്കാരുടെ കോൺടാക്റ്റിലൂടെ അവരുടെ മെന്റർഷിപ്പിൽ, ഇന്റർനാഷണൽ മെന്റലിസ്റ്റിന്റെ മെന്റർഷിപ്പിൽ വന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് ആ ഒരു പാത്താണ് സെലക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് മാപ്പ്, ഒരു സെൽഫ് ടോട്ട് മെന്റലിസം കരിയറിന്റെ റോഡ് മാപ്പ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് കണ്ട് സ്വയമായി പഠിച്ച് വന്നാലും നല്ലത്. കാരണം അത് അത്രയും ബെറ്റർ ആയിട്ട് മെത്തേഡാണ്, പക്ഷെ നമുക്ക് ഒരുപാട് കാലം എടുക്കും. സോ ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. സോ മെന്റലിസം അക്കാഡമികൾ നിങ്ങളുടെ എത്തിക്സ് മറന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കോഴ്സ് കൊടുക്കരുത്, കോഴ്സ് സെൽ ചെയ്യരുത്. ഇതൊരു ആർട്ട് ഫോമിനെ വിറ്റുകൊണ്ടാവരുത് അതിനെ വളർത്തേണ്ടത്. കാരണം ഈ ഒരു നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പെർഫോം ചെയ്യുന്ന പ്രശ്നമാണ്. കാരണം ഇന്ന് കേരളത്തിലൊരു പെർഫോമൻസിന് ഇറങ്ങി കഴിഞ്ഞാൽ ഓഡിയൻസിനകത്ത് എത്ര പേർക്ക് മെന്റലിസം അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇതിൽ ചിലവരെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ തന്നെ അതിന്റെ ബാക്കിയുള്ള ട്രിക്കും ടെക്നിക്കുകളും, കാരണം അവിടെ പെർഫോം ചെയ്യുന്ന മൊത്തം മെന്റൽ മാജിക് ആണ്. സോ അതിന് അത് പഠിച്ചവർക്ക് ഈസി ആയിട്ട് അത് പറയാനും പറ്റും. അല്ലെങ്കിൽ ഇത്തരം പഠിച്ച ആൾക്കാരെ നമ്മൾ ഓഡിയൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് പെർഫോമൻസിലേക്ക് വരുമ്പോൾ അവർ കോർപ്പറേറ്റ് ചെയ്യാത്ത ചില സിറ്റുവേഷൻസിൽ അവിടെ നിൽക്കുന്ന പെർഫോമറുടെ മൊറാലിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ആൾക്കാരെ പഠിച്ചു വരുന്നത്. സോ അതുകൊണ്ട് എത്തിക്സോട് കൂടി വളരെ സെലക്റ്റീവ് ആയിട്ട് വേണ്ട ആളുകൾക്ക് മാത്രം കോഴ്സ് കൊടുത്ത് മുന്നേറാൻ നോക്കുക. അതുപോലെ തന്നെ മെന്റലിസം പഠിക്കാൻ പോകുന്നവർ വ്യക്തമായിട്ട് ആ കോഴ്സിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണ്, അവിടുത്തെ ട്യൂട്ടറുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് വളരെ ചെക്ക് ചെയ്തിട്ട് മാത്രം അക്കാഡമികളിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഈ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം മറ്റു പലരുടെയും ഒരു കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പിന്നീട് മാറാൻ സാധ്യതയുണ്ട്. സോ ട്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവർ ആ ആഗ്രഹം കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ആ ആഗ്രഹം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മറ്റൊരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും കാണാനും അല്ലെങ്കിൽ എന്താണ് എന്തൂസിയാസ്റ്റിക് നോക്കാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അത് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. മെന്റലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിബിലിറ്റി ഉള്ള ഒരു അക്കാഡമിയിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അത് ഞങ്ങളുടെ അക്കാഡമിയിലാവണമെങ്കിൽ നിങ്ങൾ ഏത് അക്കാഡമിയിൽ ക്രെഡിബിൾ ആയിട്ട് തോന്നുന്നു അവിടെ പോയി ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല അക്കാഡമീസ് നിങ്ങളുടെ എത്തിക്സ് മറക്കാതെ ഇനി അങ്ങോട്ട് കോഴ്സിനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ഈ 2024 എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഈ മെന്റലിസം അക്കാഡമികൾ ചെയ്യുന്ന ഈ തോന്നിയാസം. സോ ഇത് വ്യക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ഈ ആർട്ട് ഫോമിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ഞാൻ ചെയ്യണം എന്നുള്ളത്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ് വേറൊരു വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ വീഡിയോ ഇപ്പോഴൊന്നും തീരില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഹിപ്നോട്ടിസിനെ കുറിച്ച് ഒരുപാട് പേര് ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞു, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് പ്രതികരിച്ചു കഴിഞ്ഞു. സോ അതുകൊണ്ട് മെന്റലിസത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. ഹിപ്നോട്ടിസം സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ ആർട്ട് ഫോമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരുടെ ലൈഫും കൂടി കളഞ്ഞുകൊണ്ടാവരുത് നിങ്ങളുടെ ഈ ആർട്ട് ഫോമിനെ വിൽക്കുന്ന ഈ ഒരു പ്രവൃത്തി. സോ നിങ്ങൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം.